Would you rather be someone's first time or എനിക്ക് കയ്യും കാലൊന്നും പൊക്കാൻ പറ്റില്ല. മുടിഞ്ഞ കാലം ഇതിന്. ഇല്ല, മെന്റൽ ഹോസ്പിറ്റലിൽ പോകുന്നവരെ കെട്ടിയിടുന്ന ജാക്കറ്റ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാവർക്കും ബെൻഡർ മാക്സിന്റെ റീജിയണൽ ഡിവിഷനായ മല്ലു മാക്സിംഗിലേക്ക് സ്വാഗതം. നമ്മളിവിടെ മലയാളത്തിൽ മലയാളീസിനെയും നമ്മളെ സൗത്ത് ഇന്ത്യൻ സഹോദരങ്ങളെയും ബോധർ ചെയ്യുന്ന പല പ്രശ്നങ്ങളെ പറ്റി നമ്മളിവിടെ സംസാരിക്കും. നിങ്ങൾ ലുക്സ് മാക്സ് ചെയ്യുന്നവരാണോ? എന്നാൽ നിങ്ങളത് ചെയ്യണം. കാരണം ഇന്ന് ലുക്സ് മാക്സിങ്ങും ഒരു ഷാർപ്പ് ജോലൈനും ഇല്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഓ, നീ IIT ഗ്രാജുവേറ്റ് ആണോ? ടു ബാഡ്, ജോലൈൻ ഇല്ല. നെഗറ്റീവ് ഓറ ഡെഫിസിറ്റ്. അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മളെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? ഞാൻ പറയാം. BJP. അധികം കൺഫ്യൂസ് ചെയ്യുന്നില്ല. അതിന് ഉത്തരമാണ് സ്ട്രീറ്റ് ഇന്റർവ്യൂവേഴ്സ്. ഈ വാണങ്ങൾ നമ്മളെ സൊസൈറ്റിയുടെ അധപതനത്തിന് കാരണം സ്ട്രീറ്റ് ഇന്റർവ്യൂവേഴ്സും അവരിടുന്ന കണ്ടന്റുമാണ്. ഇവരുടെ കണ്ടന്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഹലോ, താങ്കളുടെ പേരെന്തുവാണ്? എന്റെ പേര് കുട്ടമ്പിള്ള PP. താങ്കൾ എത്ര കെട്ടിയിട്ടുണ്ട്? ഞാൻ ഒന്നേ കെട്ടിയിട്ടുള്ളൂ, പക്ഷെ 8 അവിഹിതം ഉണ്ട്. 8 അവിഹിതം ഉണ്ട്. ഓക്കെ, ഈ അവിഹിതത്തെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല ഇതാണ്, വേറെ ആരും പൊക്കിയില്ലെങ്കിൽ നല്ല ഇതാണ്. നമ്മളിങ്ങനെ കളിച്ച് നിന്നാ മതി. എനിക്കറിയാം, ഡെയിലി കാണുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഫുഡ് ചാലഞ്ച് തരട്ടെ. 31 പടയുണ്ട് എന്റെ കയ്യിൽ. തിന്നുവോ? നിങ്ങൾ 31 പട തിന്നാ ഞാൻ നിങ്ങൾക്ക് 11 രൂപ തരും. റെഡിയാണോ? റെഡി. ഈ 11 രൂപ കൊണ്ട് എന്റെ ജീവിതം മാറി മറിയും. തരാമല്ലോ. ഹലോ, ഞാൻ നിങ്ങളൊരു പടം വരച്ചോട്ടെ? പ്ലീസ്. നിങ്ങൾ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ വില എത്രയാണ്? പറയൂ. എന്റെ ഈ ജാക്കറ്റ്, ദിസ് ഈസ് ഫ്രം മൈക്കിൾ കോഴ്സ്. ഇത് 3000 രൂപ. ദിസ് ഈസ് ഫ്രം രാജപാളയം മാർക്കറ്റ്. ദിസ് ഈസ് ആക്ച്വലി 4 rupees because I stole it. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന അണ്ടർവെയർ ഉണ്ട്, അത് കുട്ടിയെ കാണണോ? കാണിച്ചു തരാം. സോറി, ഇത് വള്ളിയില്ലാത്ത അണ്ടർവെയർ ആണ് കേട്ടോ. ഞാൻ കഴിയപ്പോ ഇത് വള്ളി തിരിച്ചു പോയി. ഗൂച്ചി സമ്മർ കളക്ഷൻ 1998. ഓ, 1998. അന്ന് തൊട്ട് ഇവിടെയാണല്ലേ? സ്ട്രീറ്റ് ഇന്റർവ്യൂസ്. ഇതാണ് സ്ട്രീറ്റ് ഇന്റർവ്യൂർ. ഇവന്മാരുടെ ഈ കണ്ടന്റിന് യാതൊരു പ്രസക്തിയും ഇല്ല. യു ആർ നോട്ട് ലേണിംഗ് എനിത്തിങ് ഫ്രം ഇറ്റ്. ഇവന്മാരുടെ ഈ കണ്ടന്റ് കൊണ്ട് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ബെറ്റർ ആവുന്നില്ല. ഇതിൽ ഒരു തമാശ ഒന്നും കിട്ടുന്നില്ല. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഇന്റർവ്യൂവേഴ്സ് മിക്കപ്പോഴും അവർ പോകുന്ന എവിടെയെന്ന് അറിയാമോ? ഈ ഭയങ്കര അപ്സ്കെയിൽ ആയിട്ടുള്ള ഒരുപാട് വിമണുള്ള, അതും മറ്റേ കാഷ്വൽ ഡ്രസ്സസ് വെയർ ചെയ്യുന്ന വിമണുള്ള, കുറച്ച് മദ്യപിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഇവന്മാർ പോകുന്നത്. എന്നിട്ട് ഇവന്മാർ അവിടെ പോയിട്ട് ഇവന്മാരിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു പെണ്ണിങ്ങനെ നിൽക്കും, നല്ല അത്യാവശ്യം മോഡേൺ വസ്ത്രമൊക്കെ ഇട്ടൊരു പെണ്ണ് നിൽക്കുമ്പോൾ ഇവന്മാരെ മനസ്സിൽ ഇങ്ങനെ പോകും, ശിവ ആണ്ടവരെ, ഒരു വിവസ്ത്രയായിട്ടുള്ള മദ്യപിച്ച് മതോന്മത്തയായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി നിൽക്കുന്നു, ഇന്ന് എന്റെ കണ്ടന്റ് ശരിയായി. ഉടനെ ഇവന്മാർ മൈക്കും കൊണ്ട് ഓടി അവളോട് ചെല്ലും. എന്നിട്ട് മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട്, കുട്ടി എനിക്കൊരു ചോദ്യമുണ്ട്, ത്രീസമാണോ ഫോർസമാണോ ഇഷ്ടം? കാരണം കൈപ്പിടിയുള്ളൂ. എനിക്ക് ഫോർസമാണ് ഇഷ്ടം ചേട്ടാ. അല്ലേ? ഓക്കെ, വാട്ട് ഡു യു ലുക്ക് ഫോർ ആൻ ഐഡിയൽ ബോയ്ഫ്രണ്ട്? ഐഡിയൽ ബോയ്ഫ്രണ്ട് 6 feet 9 ആയിരിക്കണം. ഒരു ട്രിപ്പിൾ ഡിജിറ്റ് LPA വേണം. സ്വന്തമായിട്ട് കാറ് വേണം. പേരൻസ് പാടില്ല, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് എൻ്റെ എന്തോ റേറ്റ് 6 pack ആയിരിക്കണം. വെളുത്തായിരിക്കണം. പിന്നെ ജനറൽ കാറ്റഗറി പെടുന്നതായിരിക്കണം. ഇതാണ് സ്ട്രീറ്റ് ഇന്റർവ്യൂ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും നിങ്ങൾ കേട്ടു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? നിങ്ങൾ അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഇതിൽ നിന്ന് എന്ത് ഗുണം ഉണ്ടായി? അത് പോട്ടെ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സ്പെൻഡ് ചെയ്യുന്ന ഈ സമയത്തിന് ഇങ്ങനത്തെ കണ്ടന്റ് കാരണം വില ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇത് കണ്ടന്റ് ഇറക്കുന്നവന്മാർ ഒരു സൈഡില്, ഈ കണ്ടന്റ് കൺസ്യൂം ചെയ്തിട്ട് അതുമായിട്ട് എൻഗേജ് ചെയ്യുന്നവന്മാർ വേറെ. കാരണം ഇങ്ങനത്തെ കണ്ടന്റുകൾ പലതും ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ, അതിന് എൻഗേജ്മെന്റ് ആയിട്ട് വരുന്നത് പലതും മറ്റേ റേജ് ബെയ്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടി
അവളിങ്ങനെ പറയുന്നുണ്ട് ലൈക്ക് എനിക്ക് 6'9" ഉള്ള ഒരാളിനെയാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ താഴെ കമന്റിൽ പോയിട്ട് "ഓ, അതെന്താ ഡിസ്ക്രിമിനേഷൻ ആണോ ഇത്? അത് നമ്മളെ ബാക്കി ആൾക്കാർ എന്ത് ചെയ്യും?" ഒന്നാമത്തെ കാര്യം, വാണങ്ങളെ ഓബിയസ്ലി കുറച്ച് മദ്യപിച്ച് നിൽക്കുമ്പോൾ അവരുടെ പേഴ്സണൽ പ്രിഫറൻസേ വെളിയിൽ വരത്തുള്ളൂ. പിന്നെ ഈ അപ്സ്കെയിൽ സ്ഥലങ്ങളിൽ, ഈ അപ്പർ ക്ലാസ് ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത്, ഈ മുട്ടയും പാലും തിന്നു വളർന്ന ഈ പിള്ളേർ നിൽക്കുന്നിടത്ത് അവരുടെ ചുറ്റുമുള്ള സംഭവങ്ങളെ അവർ പറയത്തുള്ളൂ. അവരവിടെ ഇരുന്ന് ഒരിക്കലും പറയത്തില്ല എനിക്ക് 5 അടി 4 ഇഞ്ച് പൊക്കമുള്ള ആയിട്ടുള്ള ദിവസവും സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്ന ഒരു യുവാവിനെയാണ് എനിക്ക് വേണ്ടത്. ഒരിക്കലും പറയത്തില്ല. സി, ഞാൻ ഇന്നൊരു സ്ട്രീറ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, ആ സ്ട്രീറ്റ് ഇന്റർവ്യൂവിന്റെ കമന്റ് ഞാൻ ഇത് മൊത്തത്തിൽ പറയാം. ആ സ്ട്രീറ്റ് ഇന്റർവ്യൂ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് എത്ര കൂടി ഒരു 50 സെക്കൻഡാണ്. ആദ്യം ഒരു പെണ്ണ് ചെന്നിട്ട് ഒരുത്തൻ്റെ ചോദിച്ച് നിങ്ങൾ കല്യാണം കഴിച്ചാണോ കല്യാണം കഴിക്കാതെയാണോ? അപ്പോൾ അവനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, 18 വർഷമായി. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു മാരീഡ് ലൈഫാണോ സിംഗിൾ ലൈഫാണോ വേണ്ടതെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു മാരീഡ് ലൈഫാണ്, എൻ്റെ കുട്ടികൾ വൈഫ് രണ്ടുപേരെ എനിക്ക് ഇഷ്ടമാണ്, ഇവരില്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് മാരീഡ് ലൈഫാണ് വേണ്ടത്. അടുത്തതിൽ നേരെ ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഇത്തിരി പ്രായമുണ്ട് അവർക്ക്. അപ്പം അവർ മാരീഡാണ്, എത്ര വർഷം? 23 വർഷം. അവരടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് മാരീഡ് ലൈഫാണോ അതോ അതിന് മുന്നത്തെ ലൈഫാണോ ഇഷ്ടം? അതിന് മുന്നത്തെ ലൈഫ്. മാരീഡ് ലൈഫായപ്പോൾ കൊച്ചുങ്ങളെയും കെട്ടിയവരെ നോക്കി ഞാൻ എൻ്റെ അടപ്പിളവി എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ കമൻറ്റിൽ എല്ലാവരും വന്നിട്ട് ഇതാണ് മാരേജ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് പറ്റിയല്ല, അതൊരു ആണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണ്. കണ്ട ഒരു പെണ്ണും മാരേജ് ആഗ്രഹിക്കുന്നില്ല, ആർക്കും മാരേജ് വേണ്ട. ഈ ഇൻ്റർവ്യൂ എടുത്തവൻ ആ ആണിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് അവനൊരു 10 പെണ്ണുങ്ങളുടെ അടുത്ത് പോയി ചോദിച്ചു കാണും. 10ൽ 9 പേരും അവർ മാരീഡ് ലൈഫാണ് ഇഷ്ടമെന്ന് പറഞ്ഞു കാണും. അപ്പോൾ എനിക്കൊരു കണ്ടന്റ് ആക്കി ഇടാൻ പറ്റത്തില്ല, അവനായാലും അവളായാലും. അപ്പോൾ എന്ത് ചെയ്താൽ 10ാമത്തെ ആളടുത്ത് നോക്കിയപ്പോൾ അവൻ്റെ ലക്ക് പ്രകാരം മാരീഡ് ലൈഫ് അല്ല വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടി. അവരെ വീട്ടിൽ ഇത്തിരി ഇഷ്യൂസൊക്കെ കാണുമായിരിക്കും, അവരെ മൂഡ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അവരങ്ങനെ നിന്നുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതെടുത്ത് അങ്ങ് കണ്ടന്റ് ആക്കി. അപ്പോൾ അത് കാണുന്ന എല്ലാവരും കണ്ട ഒരു സ്ത്രീക്കും കല്യാണ ജീവിതം വേണ്ട. ഈ ഇൻസ്റ്റാഗ്രാമിലെ എല്ലാ കണ്ടന്റും ഉണ്ടല്ലോ അറ്റൻഷൻ ഫാമാണ്. ഇതെല്ലാം റേജ് ബെയ്റ്റ് ആണ്. നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ പിടിച്ചു വാങ്ങും. അതാണ് ആ കണ്ടന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫാഷൻ. അങ്ങനെയാണ് എസ്പെഷ്യലി സ്ട്രീറ്റ് ഇന്റർവ്യൂസ്. ദാറ്റ് ഈസ് വൈ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യോ എൻഗേജ് ചെയ്യാനോ പോകരുത്. ബിക്കോസ് ഗസ് വാട്ട്, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻസേ നമുക്ക് അവിടെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് അവിടെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് ആൻസർ ഒന്നും കൊടുക്കാം, നമുക്ക് പ്ലേറ്റോട് ഫിലോസഫി ഒന്നും അവിടെ ഇരുന്ന് ഇറക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ അതും സ്ക്രിപ്റ്ററൈസ് പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മുടെ മൂഡ് എന്താണോ അതേപോലെ നമുക്ക് ഉത്തരങ്ങൾ പറ്റത്തുള്ളൂ. അതും പറഞ്ഞ പോലെ 9 പേരെടുത്ത് ചോദിച്ചിട്ട് അത് കണ്ടന്റ് ആക്കാൻ പറ്റിയിട്ടില്ല. 10ാമത് ആളത്ത് ചോദിക്കുമ്പോൾ എന്തോ ലക്ക് പ്രകാരം അങ്ങനെ നിൽക്കുന്ന ഒരാളെ കിട്ടി, അതാണ് കണ്ടന്റ് ആയിട്ട് ഇടുന്നത്. അങ്ങനെ അത് മാത്രം ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാക്കുക, അവന്മാർ എൻഗേജ്മെന്റ് വലിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവന്മാർ ഈ വെള്ളം അടിച്ച് അല്ലെങ്കിൽ ഈ പാർട്ടിയിലൊക്കെ പോയി എൻജോയ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ടാണ് ഇവന്മാർ ഈ വൃത്തികെട്ട സെക്ഷുവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവന്മാർ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവന്മാർ ചോദിക്കുന്നത്. സെക്ഷുവൽ ക്വസ്റ്റ്യൻസ്. Will you cheat on your boyfriend? Will you cheat on your girlfriend? What is your favorite sex position? എന്റെ സെക്സ് പൊസിഷൻ കഴുത്തിൽ ഒരു കയർ വിട്ട് ഉത്തരവ് തൂങ്ങിയിരിക്കുന്നതാണ് എന്റെ ഫേവറേറ്റ് സെക്സ് പൊസിഷൻ. ഇതല്ലാണ്ട് ഇവർ ഒരു ഉപയോഗമില്ല. ഇവന്മാരെ കണ്ടന്റിന് ഒരു ഉപയോഗവും ഇല്ല. ഒരു ഡീസൻസി ഇല്ലാത്ത കണ്ടന്റ് ആണ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്മാർക്ക് ഇത്ര ഇന്റർവ്യൂ ഇവന്മാർക്ക് ഇത്ര കഴപ്പാണെങ്കിൽ ഒരാളുടെ അടുത്ത് പോയിട്ട് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് the rapid industrialization process in China? Do you think that we can adopt the same policy in India? നിനക്ക് തോന്നുന്നുണ്ട് അവന്മാർക്ക് അത് അറിയാമെന്ന? അവന്മാർ ചോദിക്കുന്ന ഒരുത്തരം ഉത്തരവായി അവർ ആ സമയത്ത് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു ദിവസം എത്ര തവണ വാണം ഓടിക്കാറുണ്ട്? അതിനുത്തരം കാണും. അത് ചോദിക്കാൻ അവന്മാർക്ക് അറിയാം, അതിനുത്തരം പറയാനേ മറ്റവന്മാർക്ക് അറിയാമോ? ആൻഡ് ഈ സ്ട്രീറ്റ് ഇന്റർവ്യൂ ഇങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ അതിന് ഭയങ്കര എൻഗേജ്മെന്റ് ആണ്. അതിന് ഭയങ്കര എൻഗേജ്മെന്റ്. അവന്മാരത് മനഃപൂർവ്വം ചെയ്യുന്നത്. ഇപ്പം നീ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പെണ്ണ് വന്നിട്ട് ചോദിക്കും നിങ്ങളെ ബോയ് ഫ്രണ്ടിന് എത്ര ഹൈറ്റ് വേണമെന്ന് പറയുമ്പോൾ 6.9 വേണമെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും താഴെ വരുമ്പോഴത്തേക്കും എനിക്ക് 6 അടി 9 ഇഞ്ചില്ലല്ലോ, എനിക്ക് 5 അടിയല്ലേ ഉള്ളൂ, അപ്പോൾ 5 അടിയുള്ളവരെ വേണ്ടെന്ന് പറഞ്ഞൊരു കമൻറ്റ്. അതിൻ്റെ താഴെ കുറേ റിപ്ലൈ. അത് എൻഗേജ്മെൻറ്റ് കിട്ടുകയാണ് അതിന്. ആൻഡ് മറ്റവന്മാർ അത് ചെയ്യുന്നവന്മാർ അതാണ് നോക്കുന്നത്. ആൻഡ് ഇത് കാണുന്ന കുറേ ബുദ്ധിയില്ലാതെ വീട്ടിലിരിക്കുന്നവർ അപ്പോൾ ഇതാണല്ലേ വേണ്ട. അപ്പോൾ പെണ്ണുങ്ങൾ ഇത് കാണുമ്പം 6 അടി 9 ഇഞ്ചുള്ളവരെ വേണം കെട്ടേണ്ടത്. ആ ചേച്ചിക്ക് അതാണ് ഇഷ്ടം, ആ ചേച്ചിയാണ് നല്ല ചേച്ചി. കാരണം ഇവന്മാരൊക്കെ ഹൈ മൈൻഡ് ആണല്ലോ. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബേസിക്കലി ഇൻസ്റ്റഗ്രാം
ഈ കണ്ടന്റുകൾ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ അതൊരു നിങ്ങൾക്ക് ഒരു വാർഡ് വേൾഡ് വ്യൂ ആണ് അവിടെ ഉണ്ടാക്കി തരുന്നത്. യഥാർത്ഥ വേൾഡ് വ്യൂ അതല്ല. യഥാർത്ഥ വേൾഡ് അതല്ല. 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 യഥാർത്ഥ വേൾഡ് അറിയുന്നെങ്കിൽ യു ഹാവ് ടു ഗോ ഔട്ട് സൈഡ് ആൻഡ് ടച്ച് സം ഗ്രാസ്. എന്നാലേ യഥാർത്ഥ ലോകം മനസ്സിലാവത്തുള്ളൂ. വാട്ട് ദീസ് പീപ്പിൾ ഡു ഇസ് ഇവർ ഇങ്ങനത്തെ ഒരു ലോകം ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് അവർ പറയുന്ന ഇതാണ് സത്യം, ഞാനാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ആ ലൂപ്പിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഡോണ്ട് ഡു ദാറ്റ്. മെജോറിറ്റി ഇവരുടെ ടാർഗറ്റ് വുമൺ ആണ്, വുമൺസ് ആണ്. മെജോറിറ്റി വിമനും ടീനേജ് ബോയ്സ്, ടീനേജ് ബോയ്സ്, that's who they target. So again, മല്ലു മാക്സിങ്ങിലും ബെൻഡർ മാക്സിങ്ങിലും MND ഗെയിമിങ്ങിലും നമ്മൾ സ്ട്രിക്റ്റ് ഓവർ കൺസംഷൻ ആന്റി കൺസംഷനിസ്റ്റുകളാണ്. നമ്മൾ സ്ട്രിക്റ്റ് ആന്റി കൺസംഷനിസ്റ്റുകളാണ്. സോറി, നാക്കത്ത് കുഴച്ചില്ല, അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ വി ആർ ഓൾസോ വെരി സ്ട്രിക്റ്റ് ആന്റി അല്ലെങ്കിൽ ആന്റി ഡൊമിനിക്കൻസ്. Anti-Dominicans, a specific country in the middle region of the world. But yeah, അതുകൊണ്ട് we don't condone anything that is produced with a specific intent in mind. Content for the sake of content, yes. പക്ഷേ don't do it just because you want somebody to get mad or just because നിങ്ങൾക്ക് ഒരാൾ റേജ് ബെയിറ്റ് ചെയ്ത് എൻഗേജ്മെന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാളുടെ വേൾഡ് വ്യൂ തിരിച്ച് വേറൊന്നിലേക്ക് വിടുക. We don't do that shit. അതുകൊണ്ട് this is my good friend Skip Trace and he is fucking amazing. He has a channel, MND Gaming. Go and subscribe to that if you guys haven't. And this is me, your host John Johnson. And ഇതേപോലത്തെ കണ്ടന്റുമായിട്ട് നമ്മൾ ഇനിയും വരും. You can expect to see Skip Trace in a lot more videos. Because if not us, then who? Yep. Bye. Bye.